നമസ്കാരം. റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് സാധ്യത മതി, കേൾക്കണ്ട, മടുത്തടോ, കേട്ട് മടുത്തു. ഇനി അടുത്ത സീസണിൽ നോക്കാം. പല സുഹൃത്തുക്കൾ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നുണ്ട്, നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ അത് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ മാത്തമാറ്റിക്കലി ഇനിയും സാധ്യതയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. റിയലിസ്റ്റിക്കലി അത് എത്രത്തോളം എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. ISL ഓരോ ടീമിൻ്റെയും പ്ലേ ഓഫ് സാധ്യത നമ്മളൊന്ന് പരിശോധിക്കുന്നു. എന്നിട്ട് അവസാനം ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെയാണെങ്കിൽ പ്ലേ ഓഫിലെത്തും, എങ്ങനെയാണെങ്കിൽ അത് അവസാന ഭാഗത്ത് നമ്മൾ പറയുന്ന രൂപത്തിലാണ് കളിയുടെ റിസൾട്ടുകൾ വരുന്നതെങ്കിൽ പ്ലേ ഓഫിലെത്തും. ബ്ലാസ്റ്റേഴ്സിന് മാത്രമല്ലെന്നേ, ഇപ്പോൾ പ്ലേ ഓഫ് ഉറപ്പിച്ച രണ്ട് ടീമുകളേ ഉള്ളൂ. ഒന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും, രണ്ട് FC ഗോവയുമാണ്. FC ഗോവ ഇനി അവർക്കുള്ള മത്സരങ്ങൾ, അവസാനത്തെ 4 മത്സരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ്, പഞ്ചാബ്, മുഹമ്മദ് NC, അതുപോലെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്, ഇവരിൽ 2 ടീമുകളോടെങ്കിലും വിജയിച്ചാൽ അവർക്ക് ടോപ്പ് 3 സ്പോട്ട് ഗ്യാരണ്ടീഡ് ആവും. അപ്പോൾ അവർ ക്വാളിഫൈഡ് ആണ്, പ്ലേ ഓഫ് ക്വാളിഫൈഡ് ആണ്. ബാക്കി ടീമുകളുടെ സാധ്യതകളും കാര്യങ്ങളുമാണ് നമ്മളിവിടെ ഈ വീഡിയോയിൽ വിശദമായിട്ടെടുത്ത് നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ കേരള ബ്ലാസ്റ്റേഴ്സിന് 20 കളി 24 പോയിൻ്റാണ്, പഞ്ചാബിന് 20 കളി 24 പോയിൻറ്റ്, ചെന്നൈയിന് 24 പോയിൻ്റ് ഉണ്ട്. ഈസ്റ്റ് ബംഗാൾ ചെന്നൈയിനേക്കാൾ 1 കളി കുറച്ചാണ് കളിച്ചത്, അവർക്ക് 21 പോയിൻ്റ് ഉണ്ട്. 1 കളി ജയിച്ചാൽ അവർക്ക് 24 ആവും. ചുരുക്കത്തിൽ 11ാം സ്ഥാനത്തുള്ള ടീമിന് വരെ ഇപ്പോഴും മാത്തമാറ്റിക്കലി പ്ലേ ഓഫ് സാധ്യതയുണ്ട്. അത് മാത്തമാറ്റിക്കലി മാത്രമാണ്, റിയലിസ്റ്റിക്കലി എത്രത്തോളം എന്നുള്ളത് കണ്ടറിയണം. ഇപ്പോൾ ഹൈദരാബാദ് FCയും മുഹമ്മദൻ SCയും മാത്രമാണ് ഇനി പ്ലേ ഓഫ് സാധ്യതയില്ല എന്ന് പൂർണ്ണമായിട്ടും നമുക്ക് പറയാൻ പറ്റുന്നവരുള്ളത്. നോക്കാം നമുക്ക് ജംഷഡ്പൂർ FCയുടെ കാര്യം എന്താണ്. ഖാലിദ് ജമീലിൻ്റെ ടീം, അവർക്ക് അറ്റ്ലീസ്റ്റ് 2 വിജയങ്ങൾ കൂടി അവരുടെ അടുത്ത 4 കളികളിൽ നിന്ന് കിട്ടിയാൽ പ്ലേ ഓഫ് കൺഫേം ചെയ്യാൻ പറ്റും. മുഹമ്മദ് NCക്കെതിരെയും കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയും ഒഡീഷയ്ക്കെതിരെയും ചെന്നൈയിനെതിരെയുമാണ് അവരുടെ കളികളുള്ളത്. സോ അവരെ സംബന്ധിച്ചിടത്തോളം പ്ലേ ഓഫ് ഏതാണ്ട് ഉറപ്പാണ്. 3 കളി അവർ വിജയിക്കുകയാണെങ്കിൽ ടോപ്പ് 4 ഫിനിഷ് തന്നെ അവർക്ക് ഗ്യാരണ്ടി ചെയ്യപ്പെടാവുന്ന അവസ്ഥയായിരിക്കും. സോ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ കാര്യം, അവർ കഴിഞ്ഞ വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് മികച്ചൊരു സീസണാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകാൻ പറ്റും, പ്ലേ ഓഫിലേക്ക് എത്താൻ പറ്റും എന്ന പ്രതീക്ഷയിലാണുള്ളത്. സിമിലർ ടു ജംഷഡ്പൂരാണ് അവരുള്ളത്. നോർത്ത് ഈസ്റ്റിന് പ്ലേ ഓഫ് പൂർണ്ണമായിട്ടും ഉറപ്പായിട്ടില്ല, ബട്ട് 3 മത്സരങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. ബംഗളൂരു, ചെന്നൈയിന്, ഈസ്റ്റ് ബംഗാൾ എന്നിവരാണ് അവരുടെ എതിരാളികൾ. 2 വിജയങ്ങൾ കൂടി കിട്ടിയാൽ, അതായത് ഈ വരുന്ന 3 കളികളിൽ 2 വിജയം കിട്ടിയാൽ അവർക്ക് ഉറപ്പാവും. 3-ൽ 3 വിജയിക്കുകയാണെങ്കിൽ 4th to 6th അതിനിടയിൽ ഒരു സ്പോട്ടിലേക്ക് അവർക്ക് എത്താൻ പറ്റും മറ്റു ടീമുകളുടെ റിസൾട്ട് കൂടി നോക്കുമ്പോൾ. സോ ബംഗളൂരിനെതിരെയുള്ള അടുത്ത മത്സരം അവർക്ക് വളരെ ക്രൂഷ്യലാണ്. അതിലാരാണോ വിജയിക്കുന്ന ആ ടീമിന് ഒരു അഡ്വാൻറ്റേജ് ലഭിക്കും, ഹെഡ് ടു ഹെഡിൻ്റെ അഡ്വാൻറ്റേജ് ലഭിക്കും എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ മുംബൈ സിറ്റിയുടെയും ബംഗളൂരുവിൻ്റെ അവസ്ഥ, 2 ടീമിനും ഇപ്പോൾ 31 പോയിൻ്റാണുള്ളത്. 3 വിജയങ്ങൾ കൂടി അവരുടെ 4 മത്സരങ്ങളിൽ നിന്ന് അവർക്ക് നേടാൻ പറ്റിയാൽ അവരുടെ പ്ലേ ഓഫ് അവർക്ക് പൂർണ്ണമായിട്ടും സെക്യൂർ ചെയ്യാൻ പറ്റും. സോ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 2 ടീമിനും 31 പോയിൻറ്റ്സ്, 2 ടീമും പ്ലേ ഓഫിന് വേണ്ടി പോരാടുന്നു. മുംബൈയുടെ ഇനിയുള്ള ഫിക്സറുകൾ ഹൈദരാബാദ്, മോഹൻ ബഗാൻ, കേരള ബ്ലാസ്റ്റേഴ്സ്, ബംഗളൂരു ടീമുകൾക്കെതിരെയാണെങ്കിൽ ബംഗളൂരുവിൻ്റെ ഇനിയുള്ള മത്സരങ്ങൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, ചെന്നൈയിൻ FC, ഈസ്റ്റ് ബംഗാൾ, മുംബൈ ടീമുകളോടാണ്. ഇപ്പോൾ ഇവർ തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നർത്ഥം. 3 വിജയങ്ങൾ കൂടി അവർക്ക് ലഭിക്കുകയാണെങ്കിൽ അവരുടെ പ്ലേ ഓഫ് പൂർണ്ണമായിട്ടും സെക്യൂർഡ് ആക്കാൻ പറ്റും. ഇനി ഒഡീഷ FCയുടെ കാര്യം, അവരാണല്ലോ ഇപ്പോൾ 7ാം സ്ഥാനത്തുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇനിയും അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ വലിയ രൂപത്തിലുള്ള പ്രകടനം നടത്തേണ്ടതുണ്ട്. റിമൈനിങ് മാച്ചസ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്, മുഹമ്മദൻ, ജംഷഡ്പൂർ FC ഈ ടീമുകളോടാണ്. ഈ 3 മത്സരങ്ങളും വിജയിച്ച് 9 പോയിൻ്റെങ്കിലും അവർക്ക് കിട്ടിയെങ്കിലേ അവർ 38 പോയിൻറ്റ്സുകളിലേക്ക് എത്തുകയുള്ളൂ. സോ ജംഷഡ്പൂരിൻ്റെയും ബംഗളൂരുവിൻ്റെയും മുംബൈയുടെയും നോർത്ത് ഈസ്റ്റിൻ്റെയും കളികളിൽ അവർ പോയിൻ്റ് ഡ്രോപ്പ് ചെയ്യുന്നതനുസരിച്ചാണ് ഒഡീഷ FCക്ക് ഇനി സാധ്യതയുള്ളത്. എന്തായാലും ഹെഡ് ടു ഹെഡ് അഡ്വാൻറ്റേജ് ബംഗളൂരു, ജംഷഡ്പൂർ ടീമുകളോട് ഓൾറെഡി അവർക്കുണ്ട് എന്നതും ശ്രദ്ധിക്കുക. ഇനി കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് FCയും 24 പോയിൻ്റ് വീതം നിൽക്കുന്ന ടീമുകളാണല്ലോ. സോ 2 ടീമിന് 24 പോയിൻ്റാണ്. ഇനിയുള്ള കളികളിലെല്ലാം, അതായത് ഇനി ബാക്കിയുള്ളവരുടെ കളികളൊക്കെ വിജയിച്ചാൽ 12 പോയിൻ്റ് കിട്ടും. ഇനിയുള്ള 4 കളികൾ, ആ 4 കളികളും വിജയിക്കുക എന്നുള്ളത് 2 ടീമിനും അത്യാവശ്യമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫിക്സർ ഗോവ, ജംഷഡ്പൂർ, മുംബൈ, ഹൈദരാബാദ് ടീമുകളോടാണ് ഒട്ടും എളുപ്പമല്ലാത്ത കളികൾ. പഞ്ചാബിനാണെങ്കിൽ ഈസ്റ്റ് ബംഗാൾ, ഹൈദരാബാദ്, ഗോവ, മുഹമ്മദൻ SC. അതോടൊപ്പം തന്നെ
ജംഷഡ്പൂർ, ബംഗളൂർ, നോർത്ത് ഈസ്റ്റ്, ഒഡീഷ ഈ ടീമുകളിലൊരു 3 ടീമുകളെങ്കിലും പോയിൻറ്റുകൾ ഡ്രോപ്പ് ചെയ്യുന്ന സ്ഥിതിവിശേഷം കൂടി ഉണ്ടെങ്കിലാണ് ഇവർക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുള്ളൂ. അതായത് ഒരു മിറക്കിൾ തന്നെ സംഭവിക്കണമെന്നർത്ഥം. ഈസ്റ്റ് ബംഗാളും ചെന്നൈയിൻ എഫ്.സിയും ഇനിയും ഇപ്പോഴും സാധ്യത വെച്ചുകൊണ്ടിരിക്കുന്ന ടീമുകളുമാണ്. അപ്പോൾ ഇതൊക്കെ മറ്റുള്ളവരെ ആശ്രയിച്ച് മാത്രം മുന്നോട്ട് പോകാനുള്ള സാധ്യതകളാണ് എന്ന കാര്യം കൂടി ഓർക്കുക. കുറച്ചുകൂടി നമ്മളൊന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ, കേരള ബ്ലാസ്റ്റേഴ്സിന് മുന്നോട്ട് പോകണമെങ്കിൽ ഇനി സാധ്യമാകുന്ന മാക്സിമം ബ്ലാസ്റ്റേഴ്സിന് കിട്ടുന്ന പോയിൻറ്റുകളെല്ലാം എടുക്കണം. അതായത് 12 പോയിൻറ്റും എടുക്കണം. അത് എടുത്തു കഴിഞ്ഞാൽ അടുത്ത 4 കളി വിജയിക്കണം എന്നർത്ഥം. അത് വിജയിച്ച് കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കാൻ പോകുന്നത് 36 പോയിൻ്റാണ്. അപ്പോൾ മറ്റ് പ്രധാനപ്പെട്ട ഈ പ്ലേ ഓഫ് കണ്ടൻറ്റേഴ്സ് ആയിട്ടുള്ള ടീമുകൾ അവരുടെ പോയിൻറ്റ് 36-ന് താഴെ എത്തി നിൽക്കണം. അതാണ് സിംപ്ലി അതാണ്. അത് സംഭവിച്ചാലാണ് ബ്ലാസ്റ്റേഴ്സിന് എത്താൻ പറ്റുക. അത് നമ്മൾ പറഞ്ഞ് ഇങ്ങനെയാണെങ്കിൽ എത്താം. എങ്ങനെയാണെങ്കിൽ ഇതാ ഈ പറഞ്ഞ പോലെ മുംബൈ സിറ്റി എഫ്.സിയുടെ ഇനിയുള്ള കളികൾ, ആ കളികൾ ആരോടൊക്കെയാണെന്ന് നോക്കുക. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും അവർ HFCയെ തോൽപ്പിക്കും. അതുപോലെ തന്നെ പിന്നെ BFCയോട് ഒരു ഡ്രോ പിടിക്കുക, ഇതിന് ബാക്കി 2 കളികളും തോൽക്കുക. ഇങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ മുംബൈ സിറ്റി എഫ്.സി 35 പോയിൻറ്റിൽ നിൽക്കും. ഒഡീഷ എഫ്.സിയാണ് അടുത്ത ഒരു കണ്ടൻഡർ ആയിട്ടുള്ളത്. അപ്പോൾ ഒഡീഷ എഫ്.സിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി അവരുടെ 3 കളികളിൽ 2 എണ്ണം അവർ വിജയിച്ചു എന്ന് വെക്കുക. MBSGയോട് അവർ തോൽക്കും എന്നും കരുതുക. അങ്ങനെയാണെങ്കിൽ അവരുടെ മാക്സിമം പോയിൻറ്റ് 35-ൽ നിൽക്കും. KBFC ബാക്കിയുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ കളികളും വിജയിച്ചാൽ 36 പോയിൻ്റ് ആവും. സോ ബ്ലാസ്റ്റേഴ്സ് ക്വാളിഫൈ ആവുന്നൊരു സ്ഥിതിവിശേഷം സംജാതമാകും. പക്ഷേ ഇതൊക്കെ മാത്തമാറ്റിക്കലി നമ്മൾ ഇങ്ങനെ ഊഹിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. റിയലിസ്റ്റിക്കലി ഈ പറയുന്ന 4 കളികൾ വിജയിക്കുക, അതായത് ഗോവയോട്, ജംഷഡ്പൂരിനോട്, മുംബൈ സിറ്റിയോട്, ഹൈദരാബാദിനോട് ഒരു പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ജയിച്ചേക്കും. പക്ഷേ ബാക്കി 3 ടീമുകളോടും ജയിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ലല്ലോ. ബാക്കിയൊക്കെ സംഭവിച്ചാലും ഇത് സംഭവിക്കുമോ എന്നുള്ളിടത്താണ് ഇപ്പോൾ സംശയമുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.